മതരാഷ്ട്രവാദത്തിൻ്റെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിയാണ് ജമാഅത്തെ ഇസ്ലാം. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അവിടെ നമ്പർ 1 ശത്രുവായിട്ട് CPIM-നെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ഇപ്രാവശ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDF-ന്റെ സഖ്യകക്ഷിയായിട്ടാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചത് SDPI-യോടൊപ്പം. SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന് മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധാശയ പ്രചരണം, ഇടതുപക്ഷ ആശയ പ്രചരണം, ഇടതുപക്ഷത്തിനെതിരായ ആശയ പ്രചരണം അത് ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് പോയപ്പോൾ ലീഗും കോൺഗ്രസും അവരുടെ പൂർണ്ണമായ പിന്തുണയ്ക്ക് വേണ്ടി വേദി പങ്കിടുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന ചോദ്യം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും ചില സീറ്റോ, ഏതെങ്കിലും പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ വാർഡോ എന്തെങ്കിലും കിട്ടുന്നതെങ്കിലും കിട്ടട്ടെ, ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോഴും പിണക്കേണ്ടതില്ല, അവരെ കൂടി ചേർത്തുകൊണ്ട് UDF വിപുലീകരിക്കുകയാണ് നല്ലത്. അതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ നമ്മൾ കണ്ടത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്ക് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങളതാണ് എന്ന് SDPI പരസ്യമായിട്ട് പറഞ്ഞു. ആദ്യമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI-യാണ് അവിടെ പാലക്കാട്. ഞങ്ങൾക്ക് 4,000 വോട്ടിലധികം ഉണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞു. BJP-യിൽ 4,500 വോട്ട് അവർ വാങ്ങി. 4,500 വോട്ട് വാങ്ങി. എന്നിട്ട് അവർ 18,000 വോട്ടിന് ജയിച്ചു. 10,000 വോട്ട് ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ച് SDPI-യുടേത്, 4,500 വോട്ട് ജമാഅത്തെ ഇസ്ലാമിൻ്റെ, വാങ്ങിയ 4,500 വോട്ട് BJP-യുടെ. എന്നിട്ട് AK ആന്റണിയെ പോലുള്ളവർ പറഞ്ഞു ഞങ്ങൾ വൻ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു എന്ന്. എന്ത് ഭൂരിപക്ഷം? ഞങ്ങളവിടെ തോറ്റു, ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതൽ വോട്ട് കിട്ടി, പക്ഷേ തോറ്റു. ശരിയാണ്. പക്ഷേ നിങ്ങൾ മഴവിൽ സഖ്യം ഉണ്ടാക്കി. UDF-ന്റെ വോട്ടല്ല, ഒരു സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടി, അവിടെ ഭൂരിപക്ഷം കിട്ടുന്നതിന് വേണ്ടി SDPI-യെ ചേർത്തു. അവിടുത്തെ സാഹചര്യം ഉപയോഗിച്ച് 4,500-ലധികം വോട്ട് BJP-യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. ഇതല്ലേ നമ്മൾ കണ്ട ചിത്രം? ഇപ്പോൾ കേരളത്തിൽ ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഈ തീവ്ര ശക്തികളുമായി, ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി, അവരെ പിന്തുണക്കുന്ന SDPI-യും ജമാഅത്തെ ഇസ്ലാമുമായി ചേർന്ന് CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മാത്രമല്ല മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിൻ്റെ മനസാക്ഷിയെ തകർക്കാൻ ഈ കൂട്ടുകെട്ട് രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് വരുമ്പോൾ, ഈ ഭീകരവാദത്തെ എതിർക്കുമ്പോൾ തന്നെ ശക്തിയായി എതിർക്കേണ്ടുന്ന ഒരു വിഭാഗമാണിത് എന്ന് കേരള മനസാക്ഷി കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ തീവ്രവാദ ശക്തികൾക്കെതിരായി, ഭീകരവാദ ശക്തികൾക്കെതിരായി എല്ലാ വിശ്വാസ പ്രമാണങ്ങളും അംഗീകരിക്കുന്ന വിശ്വാസികളും, വർഗീയവാദത്തെ എതിർക്കുന്ന എല്ലാ ജനാധിപത്യ ശക്തികളും, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മുഴുവൻ മനുഷ്യരും ഒന്നായി ചേർന്ന് ഈ പറയുന്ന രീതിയിലുള്ള കടന്നാക്രമങ്ങളെ, ഭീകരവാദത്തെ പ്രതിരോധിക്കുമെന്ന പ്രതിജ്ഞയാണ് ഇന്ത്യയിലുടനീളം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയും ഇന്നുമൊക്കെയായി കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ജനങ്ങൾ അണിനിരത്തി ഈ ഭീകരവാദത്തിനെതിരായി, മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി, ഭീകരവാദത്തിനും വർഗീയതയ്ക്കുമെതിരായി, അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അതിനെല്ലാം എതിർത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരാശയ പ്രപഞ്ചത്തെ നമുക്ക് രൂപപ്പെടുത്താനാവണം. ആ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സദസ്സ്, മാനവികതയുടെ ഒരു സദസ്സ്
ഭീകരവാദത്തിനെതിരായി മാനവികത എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ടൊരു സദസ്സ് ചേരണം എന്ന് തീരുമാനിച്ചത്. ഇന്നലെയും ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സദസ്സുകളിൽ വലിയ ജനകീയ പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ 29-ാം തീയതി നടന്ന സദസ്സുകളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു എന്നാണ് സഖാക്കൾ വിളിച്ചു പറഞ്ഞത്. ഇന്ന് രാവിലെ 200-ഓളം വരുന്ന 210-ഓളം വരുന്ന ഏരിയ കേന്ദ്രങ്ങളിലും അതുപോലെ ലോക്കൽ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ വ്യാപകമായി ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ജനകീയ സദസ്സുകൾ ശക്തമത്തായ രീതിയിൽ ഇനിയും തുടരണം. ഏരിയാടിസ്ഥാനത്തിലുള്ളൊരു യോഗമായിട്ട് ഇതിനെ ചുരുക്കരുത്. ഇനി ലോക്കൽ അടിസ്ഥാനത്തിൽ പ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ട് മതാന്ധതയ്ക്കെതിരായി, വർഗീയതയ്ക്കെതിരായി, ഭീകരവാദത്തിനെതിരായി ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം മതത്തിൻ്റെ പേരിൽ ചാർത്തി കൊടുക്കാനാണ് ചിലർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വർഗീയമാണെന്ന് തിരിച്ചറിയാൻ നമുക്കാവണം. അപ്പോൾ വർഗീയ വിരുദ്ധമായ, ഭീകരവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി കേരളത്തെ കൈകാര്യം ചെയ്യാൻ മനസാക്ഷിയെ തൊട്ടുണർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ജനകീയ ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലുടനീളം അത് 29-30 കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിലും നല്ല രീതിയിൽ ഈ മുദ്രാവാക്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന്, ഭീകരവാദത്തെ അതിശക്തിയായിട്ട് എതിർക്കുന്നതിന്, വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ തുറന്നു കാണിക്കുന്നതിന് ഈ വേദി വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സംസ്ഥാനത്തെ, ഇന്ത്യയെ, അതിൻ്റെ ഫെഡറൽ സംവിധാനത്തെ, ഭരണഘടനയെ എല്ലാം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടിയാണ് ഈ ഭീകരവാദ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നമ്മുടെ ഈ മുന്നോട്ടുള്ള യാത്ര. അതിലെല്ലാവരെയും ചേർത്ത് മുന്നോട്ടേക്ക് പോകണം. കേന്ദ്ര ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള വീഴ്ചയെയും ചൂണ്ടിക്കാണിച്ച് അതിനെ പർവ്വതീകരിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യേണ്ടുന്ന സമയവുമല്ല ഇത്. എന്നാൽ ഭീകരവാദത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇന്ത്യ ഗവൺമെൻറ്റിനാവണം. ഇന്ത്യ ഗവൺമെൻറ് ആ നിലയിൽ മുന്നോട്ടേക്ക് പോകണം. രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിർവഹിക്കണം. ആ തരത്തിൽ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന സങ്കീർണതയെ ഫലപ്രദമായി ജനങ്ങളുടെ താല്പര്യം വെച്ചുകൊണ്ട് അവരെ ഉത്കണ്ഠ പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ടിറങ്ങണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.